ചെറിയ ഒരു നാട്ടുരാജ്യമായിരുന്നു കൊച്ചി. പണ്ടത്തെ പെരുമ്പടപ്പ് നാടായിരുന്നു പിന്നീട് കൊച്ചി രാജ്യമായി മാറിയത്. അതുകൊണ്ട് തന്നെ കൊച്ചി രാജവംശത്തെ പെരുമ്പടപ്പ് സ്വരൂപമെന്നും വിളിച്ചു വരുന്നുണ്ട്. ഈ പെരുമ്പടപ്പ് സ്വരൂപം കുലശേഖരന്മാരുടെ പിന്തുടർച്ച അവകാശപ്പെടുന്നവയാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരെ വഞ്ചിഭൂപതി എന്ന് വിളിച്ചിരുന്നത് പോലെ തന്നെ കൊച്ചി രാജാക്കന്മാരെ മാടഭൂപതി എന്ന് വിളിച്ചിരുന്നു. 1341 അതിശക്തമായിട്ടുള്ളൊരു കടൽക്ഷോഭത്തിലായിരുന്നു കൊച്ചി തുറമുഖം രൂപപ്പെട്ടത്. പിന്നീട് ആ തുറമുഖത്തിന് ചുറ്റുമുള്ള പ്രദേശം ഒരു പട്ടണമായി വളരുകയും ആ പട്ടണം കൊച്ചി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ആദ്യം കൊച്ചി എന്ന പേര് പതിഞ്ഞത് ആ പട്ടണത്തിനായിരുന്നു. പിന്നീട് ആ തുറമുഖത്തിനും ആ പട്ടണത്തിനും ആ ഒരു പേര് പതിയുകയും പിന്നീട് ആ രാജ്യത്തിന് തന്നെ കൊച്ചി രാജ്യം എന്ന പേര് പതിയുകയാണ് ഉണ്ടായത്. കേരളത്തെക്കുറിച്ചുള്ള ആദ്യകാല വിവരണങ്ങളിലൊന്നും തന്നെ കൊച്ചിയെക്കുറിച്ച് പറയുന്നില്ല. പോർട്ടുഗീസുകാർ വരുന്നതിന് മുമ്പുള്ള കൊച്ചി രാജ്യത്തിൻ്റെ ചരിത്രം അറിയാൻ പറ്റിയ രേഖകളൊന്നും തന്നെയില്ല. കൊച്ചി എന്ന രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളെക്കുറിച്ചുമൊക്കെ പറയുന്ന ആദ്യത്തെ രേഖ എന്ന് പറയുന്നത് 1403 1425 ഇടയിൽ കേരളം സന്ദർശിച്ച ചൈന സഞ്ചാരിയായ മാഹോൻ്റെ യാത്രാ വിവരണങ്ങളാണ്. ഇതുകൂടാതെ തന്നെ ഇറ്റലിക്കാരനായ നിക്കോളോ കോണ്ടി 1419 1444 ഇടയിൽ നടത്തിയ സഞ്ചാരത്തിൽ കേരളം സന്ദർശിച്ചിരുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. അതിൽ കൊച്ചി എന്ന നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു നാടിന് കൊച്ചി എന്ന പേര് വന്നതെന്ന് അദ്ദേഹം തൻ്റെ യാത്രാ വിവരണത്തിൽ പറയുന്നുണ്ട്.